അങ്ങനെ മക്കളെ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പൊ നമ്മള് കോഴിക്കോട് പോവാണ്. എന്താണ് അറിയോ, കോഴിക്കോട് നമ്മളെ ഇതിന്റെ ബേക്കിൽ ഇരിക്കുന്ന ടീമൊക്കെ നമ്മളെ മുക്കംകാരാണ്. മുക്കത്തിലെ ബഡാ ടീമുകളാണ് ബേക്കിൽ ഇരിക്കണൊക്കെ. അതെ അതെ, വലിയ ബഡാ ടീമുകൾ. ബേക്കിൽ ഒരാൾ ഒളിഞ്ഞിരിക്കണ്ടല്ലോ. മൂപ്പര ഒന്നും ഇതാണ് നവാസ്, നവാസ്. അപ്പൊ നമ്മള് കോഴിക്കോട് പോണത് നമുക്ക് നല്ലൊരു ഷൂ വാങ്ങാൻ പോവാണ്. ബാഡ്മിന്റൺ ഷൂ അല്ലേ? ഓക്കെ. അപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മള് എത്ര ആളാ? ഒരാൾക്ക് ഷൂ, ഒരാൾക്ക് ആറാക്കും പറ്റുന്ന സൈസ് കറക്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പോരാണ് ഇവരൊക്കെ. സെലക്ട് ചെയ്യാൻ പോവാൻ ചെലവ് 50,000. ദിൽമോൻ സ്വന്തം ഡ്രൈവറാട്ടോ. ഏത് വണ്ടി കൊണ്ടുവന്നാലും ഓട്ടണം, മൂപ്പർക്കൊന്ന് ഓടിക്കണം. അപ്പൊ നല്ല ഇപ്പൊ നമ്മള് ഇന്നോവ ആയിട്ട് നമ്മളെ മുതലാളി വന്നു കഴിഞ്ഞപ്പോ മൂപ്പര് ഓടിച്ചോളാം. അപ്പൊ ഞമ്മക്ക് എന്തായാലും ഒരു ഡ്രൈവറെ വേണം. അപ്പൊ മൂപ്പര് ഓടിച്ചോളും. ഡ്രൈവർ വേക്കൻസി ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഇത് നമ്മളെ മാഷ്, നമ്മളെ സ്വന്തം മാഷ്. ഇത് നമ്മളെ സ്വന്തം ദിലുമോൻ. ബേക്കിലിരിക്കണേ നവാസ്. എന്തിനാ ചമ്മണ്ട പറഞ്ഞോളൂ. മൈക്ക് വേണോ? നവാസ് സംസാരിക്കും. നല്ല അഭിപ്രായമാണ് നാട്ടിൽ. ഇനി ജലീല് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എല്ലാരും എൻജോയ് ചെയ്ത് പോവാണ്. എന്താ മൊഞ്ചൻ നോക്കിങ്ങള്. ഞങ്ങള് NIT ക്യാമ്പസിന്റെ അടുത്ത് ഇതാണ് നമ്മള് NIT ക്യാമ്പസ്, നമ്മളെ മുക്കത്തെ NIT ക്യാമ്പസ്. ഇവിടെ എത്തി. പങ്കിടുവാനായി നാളെണ്ണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽവിലൊരാശ തിന്നിടുവാൻ അങ്ങാരി എന്നറിയില്ല. അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങേ വെറും നാലണയിൽ ഞാൻ യാചകനാണെന്നോ. പ്രാണസഖി നന്നായറിയാൻ ഞാൻ ഈ നാട്ടിലെ നീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. അവലിയാം രാജകുമാരൻ സുബലോലുബനാം ഇബ്നുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി ഒരു കിഴവേ. അവരുടെ നിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക്കമരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടിട മരുഭൂമി വിലസിടുന്നേ. തുടുത്ത സിക്കൂ മരത്തിന്റെ കനികളും ജരാതെന്ന കിളികളും ഒഴുകാറ്റിനൊളികളും ഇടക്കിടക്കി കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും. രണ്ടാളും അത്യുത്ത ഗായകന്മാരാട്ടോ. നമ്മക്കും അറിയില്ല കേട്ടോ ഇത്ര കഴിവുള്ള. കല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എന്റെ ജലാലായ തമ്പുരാനേ. പൊള്ളുന്ന
നോവിനാലുള്ളം കാരിയുന്നു പെരിയോനെ നിന്നിൽ ശുക്രോതുന്നു കനിവിൽ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു വല്ലാത്തതാണല്ല നിന്റെ കൂതിരത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് എൻ കൊതി തീർത്ത് ഹിദായത്തിൽ എന്നെ ചേർത്ത് ഓ യാ അല്ലാഹു യാ അല്ലാഹു അല്ലാഹു ഉറപ്പല്ലേ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് പാടുന്ന രണ്ട് ഗന്ധർവന്മാരുള്ളത് നമുക്കറിയില്ല. അപ്പം ഈ ഒരു യാത്ര കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടതാണ്. ഇങ്ങനെ രണ്ട് ഗായകന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി എത്ര അതുകൊണ്ട് എല്ലാ ട്രിപ്പിലും ഇവലുണ്ടാവും. ഇവര് പാടി തകർക്കും. ലിജിക്ക് കട്ടക്ക് കട്ട. പക്ഷെ നവാസും കുറെ സോപ്പ് പെട്ടി മദ്രസിന് അടിച്ചു മാറ്റിന് പാട്ട് പാടിയിട്ട് നവാസ് പാടാത്തതുകൊണ്ടാണ്. നവാസിന് ഇപ്പൊ സൗണ്ടിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അറിയില്ലേ. നവാസിനൊരു കുറവില്ല. നമ്മളെ ബാക്കിലിരിക്കണ നവാസ് മോന് ചെറിയൊരു കുറവുണ്ട്. ഒക്കെ റെഡി ആവും, ഒക്കെ റെഡി ആവും. മൂപ്പര് ഒരു പെണ്ണ് നോക്കണ്ട കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളിയേ. നവാസ് ഇതാണ് കേട്ടോ. അങ്ങനല്ല അറിയണ്ടേ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരീറ്റി പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട കുഞ്ഞോനെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഫസ്റ്റ് നമ്മളെ ഷൂ എടുക്കാൻ പോണത് കോസ്മോസിലേക്കാണ്. കോസ്മോസ് വേൾഡ് കോഴിക്കോട്. ആദ്യം ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഞങ്ങൾ ആദ്യം മൊത്തം ഇവിടെ കേറി നിർത്തപ്പും കേറി നിരങ്ങും ഞങ്ങൾ ഇവിടെ നിന്ന്. കമോൺ, ഇവിടെ കോസ്മോസ്. നമ്മള് കേറുമ്പോ തന്നെ നമ്മളെ സെക്യൂരിറ്റി ഉണ്ട്. ഹലോ എങ്ങനെയുണ്ട്? ഓഫർ ഉണ്ടോ? ഇതിന് 500 രൂപ നാലുള്ളത് 3500. വേറെ ഏതാ? നല്ല ബാറ്റ്. ഞങ്ങളിവിടെ വന്ന് നോക്കി, ഇവിടെ സാധനം ഇല്ല കേട്ടോ. ഞങ്ങള് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവാം. അപ്പൊ പോട്ടെ. ഓക്കെ. അങ്ങനെ നമ്മള് യൂസുഫ് അലിന്റെ ലുലു മാളിന്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോണത്. ഇവിടെ കേറുന്നില്ല. ലുലു മാളിനെ പറ്റി എന്താ അഭിപ്രായം എല്ലാവർക്കും? എന്താണ് സ്ഥിതി? ഫുള്ള് തിരക്കാണ്. അപ്പൊ നമ്മളൊരു പാലം കണ്ടപ്പോ അതിലൊന്ന് കേറി ഇറങ്ങാന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കേറി തിരിച്ച് ഇറങ്ങാണ്. അപ്പൊ നമ്മളെ അടുത്തത് ഡെക്കാത്ലോൺ ഷോപ്പ്. അതാണ് ഡെക്കാത്ലോൺ. അത് നല്ല കോസ്മോസിൽ ഒരു കുന്തല്ല. കോസ്മോസ് നമുക്ക് വേണ്ട ഷൂ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് ഫുള്ള് റോഡ് പണിയാ. എന്നാണ് ഇവിടുത്തെ റോഡ് പണിയൊക്കെ തീരുക?
റോഡ് പണി 2 മാസത്തിലേറെ ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കസ്റ്റമേഴ്സ് വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 1/2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി കാത്തിരിക്കുന്നു. അവിടുന്ന് വണ്ടി വരുന്നു, ഇവിടുന്ന് വണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം ഇവിടുത്തെ വണ്ടി അങ്ങോട്ടേക്ക് പോവാൻ. ആകെ ബുദ്ധിമുട്ടല്ലേ, കസ്റ്റമേഴ്സിനെ കുറക്കാൻ മോശം പരിപാടി. ആകെ വിഷയമാണ്, ആകെ വിഷയമാണ്, പ്രശ്നമാണ്. ഹായ് ഗായ്സ്, നമ്മള് ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ള ഉള്ളിൽ കേറി വലിയ തിരക്കൊന്നുമില്ല. ഒന്ന് ഉള്ളിലേക്ക് കേറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ ഇങ്ങോട്ട്. ഇത് സ്പോർട്സിന്റെ ഒരു ലോകമാണ് ഗൈസ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇതൊരു സ്പോർട്സിന്റെ ലോകമാണ് എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മളൊന്ന് കേറി നോക്കട്ടെ. സ്പോർട്സ് ഫോർ ഓൾ ഫോർ സ്പോർട്സ്. നല്ല പാർക്കിംഗ് ഏരിയകൾ ഉണ്ട്. അതല്ലേ ഇതാണ് സംഭവം കേട്ടോ. സ്പോർട്സ് ഐറ്റംസ് മൊത്തം ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മള് ഷുഹൈബ്ക്ക് എടുക്കാനുള്ള ഷൂവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എവിടെ? അതാ അവിടെ ഇവിടെയാണ് സംഭവം. ഓ ഗൈസ്, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ് ഗൈസ്. ആരും ഇങ്ങോട്ടേക്കൊന്നും വരില്ല ഗൈസ്. സീനാണ് ഗൈസ്. അപ്പൊ എന്ത് ചെയ്യും? ബാഡ്മിന്റൺ ഒരു സാധനം ഇവിടെ നല്ല ഷൂ ഒന്നുമില്ല. ലോക്കൽ സാധനം ഇവിടെ സ്റ്റോക്ക് ഉള്ളൂ. കഴിഞ്ഞ ഒരു മാസം മുന്നേ വന്നിട്ട് തന്നെയാണ് അവസ്ഥ. എന്താ ചെയ്യുക? എങ്ങനെ ആയാലും അവൈലബിൾ അല്ല. നല്ല ഷൂ ഒന്നുമില്ല. എന്ത് ചെയ്യും? ചെറിയ വിലക്ക് കിട്ടും, 500 രൂപ. അതൊക്കെ ലോക്കൽ സാധനം. നല്ല സാധനമല്ല, നല്ല സാധനം ഒന്നുമില്ല. നമ്മള് വിചാരിച്ച സാധനം ഇവിടെ അല്ല. നെക്സ്റ്റ് പിന്നെ എവിടെ പോണ മാസം ഹൈലൈറ്റ് മാളിൽ പോയോക്കാന്നാ പറയുന്നത്. ഇവിടെ വെറുതെ ആരും വരണ്ട. അതെ, ബാഡ്മിന്റൺ ഷൂ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ബാഡ്മിന്റൺ ഒക്കെ ദയനീയ അവസ്ഥയാണ്. അതെ, ഒന്നുമില്ല. വെറുതെ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് വന്നിട്ട് വെറുതെ നിരാശരാവേണ്ടി വരും. അതാണ്. അപ്പൊ ഞങ്ങള് ഇതിലെ വന്നപ്പോ ഇവിടെ ട്രെയില് കൊടുക്കുന്നുണ്ട്. ക്യാരം ബോർഡ് ട്രെയില്. അപ്പൊ ബാബു ട്രെയിൽ എടുക്കാണ്. മത്സരമാണ് നടക്കുന്നത്. ഓനെ മിസ്സായിട്ടൊന്നുമില്ല, ഓനെ ഇവിടെ എത്തിയില്ല. നമ്മളിതിലെ പോകുമ്പോ ചെക്കൻ നല്ല ട്രെയിലാട്ടോ. നമുക്ക് ഒന്നും തന്നെ ഇടണോ? ഓ 22 കൈയാണ്. ഇതെങ്ങനെ നോക്കി? ഹെഡ് മസാജ് കേട്ടോ, നല്ല റേറ്റ് 899 ടെന്റാട്ടോ. ടെന്റ് വാങ്ങാൻ കിട്ടും കേട്ടോ അവിടെ. സംഭവമാണിത്. യാത്രയൊക്കെ പോണവർക്ക് വാങ്ങി രണ്ടാക്ക് സുഖസുന്ദരമായിട്ട് ഉറങ്ങാം. ഇതിന്റെ റേറ്റ് എത്ര നോക്കിയാ? പക്ഷേ എത്ര? 2590 അല്ലേ? 99, 2600. ടെന്റാണ്. ഓൾ ഇന്ത്യ ടൂർ അടിക്കണവരൊക്കെ മേടിച്ചോളി. ഇതാരാ അവിടെ ഇരിക്കണേ? ഇതാരാ അവിടെ ഇരിക്കണേ? മാഷ അതിനെത്ര? 1500 രൂപ. 1500 രൂപ? ഓ, 1500 രൂപേന്റെ കൂടെ. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഓഫർ ഉണ്ട് അല്ലേ? 899 മാഷെ. 900. ഇതില് ഇത് നിങ്ങൾ ഇവിടുന്നും ഇറങ്ങാണ് മാഷെ. ഇവിടെ ആവശ്യമുള്ള സാധനം കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ച സാധനം എവിടെയും കിട്ടിയില്ല. ബാഡ്മിന്റൺ ഷൂ ഇല്ല, നല്ലതില്ല. അപ്പൊ 2 മാസം കഴിയുന്ന പറഞ്ഞു. അടുത്ത നമ്മൾ അങ്ങോട്ടാ പോണേ?
നമ്മള് ഹൈലൈറ്റ് മാള് പോവാ. അവിടെ നോക്കാം. മാളിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഓക്കെ, അഞ്ചെണ്ണം ഉണ്ടല്ലേ? അവും അഞ്ചെണ്ണം ഉണ്ട്. മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി മറന്നോ നീ നിലാണൻ മുത്ത് ബീവി മിഴി തുറന്ന് പകൽക്കിനാവ് മിഴിയടച്ചി പൂങ്കിനാവ് പൂങ്കിനാക്കളിലൊക്കെ മുല്ലേ നിന്റെ മോറ് പൂങ്കരളിനെയോർത്ത് വാർക്കും കണ്ണുനീരി. മക്കളെ ബില്ല് വരെ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പത്തിന് ഇവിടെ തിന്നലാണ്. എന്താ ചെയ്യാ? അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ്. എവിടെ നിക്കാനിരിക്കാനും സ്ഥലമല്ല നെസ്റ്റോയില്. ഷൂ തപ്പി 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 മടുത്തു ഗൈസ്. എന്താ ചെയ്യാ? ഒരു ഷൂവിന് വേണ്ടിയിട്ടില്ല. ഒരു ഷൂവിനായിട്ട് ജീവിതം മാറ്റി വെക്കണം. ഒരു അച്ഛന്റെ രോദനം. അതെ, ഒരു അച്ഛന്റെ രോദനം. അപ്പൊ ഗൈസ്, അപ്പം നമ്മളെ ഹൈലൈറ്റ് മാളിലും ഷൂ ഇല്ല. അപ്പൊ ഞങ്ങൾ ഹൈലൈറ്റ് മാളിനോട് വിട പറയുകയാണ്. ഒരു രക്ഷയുമില്ല.